പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് താൽക്കാലിക ആശ്വാസം നൽകിക്കൊണ്ട് ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതീവ സങ്കീർണമായ ഈ നയതന്ത്ര നീക്കം തന്റെ ഇടപെടലിലൂടെയാണ് സാധ്യമായതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതുവരെ ലോകത്താകമാനം 9 യുദ്ധങ്ങൾ തന്റെ ഇടപെടലിലൂടെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇത് 10ാമത്തേതാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിന്റെ ഈ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി നടത്തിയ സംഭാഷണങ്ങൾക്ക് പിന്നാലെയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ മാസങ്ങളായി ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ തീവ്രമായ ആക്രമണമായിരുന്നു നടന്നത്. ലെബനനിൽ മാത്രം 2000-ലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2024 നവംബറിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നെങ്കിലും ഹിസ്ബുള്ള കരാർ ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമാവുകയായിരുന്നു. പിന്നാലെ ട്രംപ് ഇടപെട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ നടന്നത്. 34 വർഷത്തിന് ശേഷം ആദ്യമായി ഇസ്രായേലിന്റെയും ലെബനന്റെയും ഔദ്യോഗിക പ്രതിനിധികൾ വാഷിംഗ്ടണിൽ മുഖാമുഖം ഇരുന്ന് ചർച്ചകൾ നടത്തി. സമാധാന ചർച്ചകൾ പൂർത്തിയാക്കാൻ സമയം ആവശ്യമായതിനാൽ ആദ്യഘട്ടം എന്ന നിലയിൽ 10 ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലെബനൻ സർക്കാരും അംഗീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ഞാൻ ഇതിനകം 9 യുദ്ധങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു, ഇതെന്റെ 10ാമത്തെ യുദ്ധമാണ് എന്ന് ട്രംപ് കുറിച്ചത്. ഇരുപക്ഷവും തമ്മിലുള്ള സമാധാന പ്രക്രിയയുടെ ആദ്യ ചുവടുവെപ്പായാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. മുൻപും പല യുദ്ധങ്ങളും താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്ന ക്രെഡിറ്റ് ട്രംപ് സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. 2 വർഷത്തോളം നീണ്ടുനിന്ന ഗസയിലെ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ സഹായിച്ചത് താനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. കശ്മീർ മേഖലയിലെ സംഘർഷത്തിന് പിന്നാലെ 2025 മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാന കരാർ ഉണ്ടായത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണെന്ന് ട്രംപ് പലകുറി അവകാശപ്പെട്ടെങ്കിലും ഇന്ത്യ ഇത് തള്ളിക്കളയുകയായിരുന്നു. അർമേനിയ, അസർബൈജാൻ, സെർബിയ, കൊസാവോ, റുവാണ്ട, കോങ്കോ, ഈജിപ്ത്, എത്യോപ്യ, തായ്ലൻഡ്, കംബോഡിയ തുടങ്ങി ഇറാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ പോലും ട്രംപ് തന്റെ സമാധാന ശ്രമങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ട്രംപ് തന്റെ സമാധാന ശ്രമങ്ങളെ ചരിത്രപരമായ നേട്ടങ്ങളെ അവതരിപ്പിക്കാറുണ്ടെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങളും വസ്തുതാപരമായ തർക്കങ്ങളും ഉയർന്നിട്ടുണ്ട്. ട്രംപ് അവസാനിപ്പിച്ചു എന്ന് പറയുന്ന പല യുദ്ധങ്ങളും യഥാർത്ഥത്തിൽ സജീവമായ യുദ്ധങ്ങളായിരുന്നില്ല എന്ന് BBC ചൂണ്ടിക്കാട്ടുന്നു. ഉദാഹരണത്തിന് ഈജിപ്തും എത്യോപ്യയും തമ്മിലുള്ള നൈൽ നദിയിലെ അണക്കെട്ട് തർക്കം നയതന്ത്രപരമായ ഒരു തർക്കം മാത്രമായിരുന്നു. അവിടെ ഒരു യുദ്ധം നടന്നിരുന്നില്ല. ഇസ്രായേലും ലെബനനും തമ്മിൽ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തൽ വളരെ ദുർബലമാണെന്നും വിമർശനമുണ്ട്. കരാർ നിലവിൽ വന്നതിന് പിന്നാലെയും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ സൈന്യം ആരോപിച്ചിരുന്നു. പോരാട്ടം നിർത്തിവെച്ചാലും ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ തുടരുമെന്ന് നെതന്യാഹു അറിയിച്ചിട്ടുമുണ്ട്. ട്രംപിന്റെ സമാധാന കരാറുകൾ പലതും സുസ്ഥിരമായ പരിഹാരങ്ങളെക്കാൾ രാഷ്ട്രീയ ലാഭത്തിനായുള്ള അവകാശവാദങ്ങളാണെന്നാണ് പ്രധാന വിമർശനം.